ഈശ്വരനെ പറഞ്ഞു. അതിൽ 11 അധ്യായങ്ങളെ കൊണ്ട് ആ പരീക്ഷത്തിൻ്റെ കഥകളെക്കുറിച്ച് പറഞ്ഞു. ആദ്യത്തെ ഒരു അധ്യായം കൊണ്ട് കലിയുടെ രാജാക്കന്മാരെക്കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തെ അധ്യായം കൊണ്ട് കലിമാലിന്യങ്ങളെക്കുറിച്ചും കൽക്കി അവതരിക്കുന്നു. കലിമാലിന്യങ്ങൾ കൂടി ജനങ്ങൾക്ക് പരസ്പരം കലഹിച്ച് പരസ്പരം വെട്ടി തിന്നുന്ന ഒരു കാലം വരാൻ പോകുന്നതാണ്. ആയുസ് കുറഞ്ഞ് 30 വയസ്സ് പരമാവധി ആയുസ് വരെ ആവുന്നതാണ്. പൊക്കം കുറഞ്ഞ് ഇത്തിരി ആയിട്ട് തീരും. ഇതൊക്കെ ഇപ്പോഴേ കണ്ടുകൊണ്ടേയിരിക്കുന്നു. ചെറുപ്പക്കാരാ പോയിക്കൊണ്ടിരിക്കണം മുഴുവനും. അപ്പോൾ അത്രമാത്രം മരണം തൊട്ടടുത്ത് വന്നുകൊണ്ടിരിക്കണമെന്ന് കാണിച്ചു തരികയാണ്. ഇതൊക്കെ പണ്ടേ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ആ എല്ലാവരെയും ദ്രോഹിക്കുന്ന ഒരു തലത്തിലേക്ക് വരുമ്പോൾ ശമ്പള ഗ്രാമത്തിൽ ഭഗവാൻ വിഷ്ണു യശസ്സിൻ്റെ പുത്രനായിട്ട് കൽക്കി എന്ന പേരിൽ പാപങ്ങളെ കളയുന്ന ഭാവത്തിൽ ഭഗവാൻ അവതരിക്കുമെന്ന് പറഞ്ഞു. പിന്നീട് ഭൂമിക്ക് വേണ്ടി തമ്മിൽ കൂടുമ്പോൾ ഭൂമി പൊട്ടിച്ചിരിക്കണം അത്ര നമ്മളെ ഓർത്തിട്ട്. എനിക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾ തമ്മിൽ കൂടേണ്ടത്. എൻ്റെ ഒരു തരി മണൽ പോലും നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ലെങ്കിൽ എന്തിനും എനിക്ക് വേണ്ടി നിങ്ങൾ തമ്മിൽ പോകുമ്പോൾ എന്നിൽ അടങ്ങാമെന്നല്ലാണ്ട് എൻ്റെ ഒന്നും നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് ഭഗവാനെ കിട്ടാൻ വേണ്ടി മോഹിക്കൂ, എനിക്ക് വേണ്ടിയിട്ടല്ല മോഹിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമി പൊട്ടിച്ചിരിക്കണമെന്ന് പറഞ്ഞു. 4-ാമത്തെ അധ്യായത്തിൽ പ്രളയത്തിനെ കുറിച്ച് പറഞ്ഞു. ഇന്നും നമുക്ക് പ്രളയമുണ്ട്. രാത്രി സുഖമായിട്ട് ഉറങ്ങിയില്ലേ, ഒന്നും അറിയാത്തൊരവസ്ഥ, ആത്മാവിൽ ലയിച്ചു കിടക്കുന്നൊരവസ്ഥ. ഈ നിത്യമായിരിക്കുന്ന പ്രളയം ഇതെന്നും ഉണ്ടാവണം. നമുക്ക് എന്നും എപ്പോഴും സദാസമയത്തും ആ ആനന്ദം അനുഭവിക്കണം. ഒന്നും അറിയാതെ കണ്ട സച്ചിദാനന്ദത്തിൽ ലയിച്ചു കിടക്കുന്നൊരവസ്ഥ നമുക്ക് നിത്യവും ഉണ്ടെങ്കിൽ അത് സദാസമയത്തും അനുഭവിക്കാൻ ഇടവന്നാൽ എത്ര ഭാഗ്യമായി. അത് വേണ്ടതാണ്. അത് തന്നെയാണ് മോക്ഷം എന്ന് പറഞ്ഞാൽ. സദാ ഭഗവാനാകുന്ന ആ ആനന്ദ സ്വരൂപത്തിൽ നിന്ന് ലയിച്ചിരിക്കുന്നൊരവസ്ഥ വന്നാൽ അതിൻ്റെ പേരാണ് മുക്തി, അതിൻ്റെ പേരാണ് മോക്ഷം, അതിൻ്റെ പേരാണ് ലയം. അത് പരീക്ഷത്തിന് വേണ്ട ഉപദേശങ്ങളൊക്കെ പൂർത്തിയാക്കി ഏതൊരു ഭഗവാനെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് കണ്ണനെ കാണാൻ വേണ്ടിയാണോ അദ്ദേഹം അന്വേഷിച്ച് നടന്നത്. ഇപ്പതാ ഭാഗവതത്തിൻ്റെ ദിവസം കൊണ്ട് ശ്രീശോഭ്രമഹർഷി പറഞ്ഞു, വരൂ പരീക്ഷത്തെ എൻ്റെ കൂടെ ഭാഗവതമാക്കുന്ന മഹാസമുദ്രത്തിലേക്ക് നമ്മളൊന്ന് നീന്താം എന്ന് പറഞ്ഞുകൊണ്ട് ആ സമുദ്രത്തിലേക്ക് പോയപ്പോൾ അനവധി കഥകളെ കാണിച്ചു കൊടുത്തുകൊണ്ട് ഭഗവാന്റെയും ഭക്തന്മാരുടെയും അത്ഭുതങ്ങളായിരിക്കുന്ന കാര്യങ്ങളെ പറഞ്ഞ് ഇപ്പം എന്തായെന്നറിയോ? ഇപ്പം എവിടെയാ ഭഗവാൻ എന്ന് മനസ്സിലായോ? അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം. നിൻ്റെ ഉള്ളിലാ നിറഞ്ഞു നിൽക്കുന്നു. നീ തന്നെ കൃഷ്ണൻ തന്നെ നീ. തത്വമസി എന്ന വാക്യത്തിന് മഹാവാക്യത്തിന് ഉപദേശിച്ചു കൊടുത്തുകൊണ്ട് ശ്രീശോഭ്രമഹർഷി അവിടുന്ന് യാത്രയായി. പരീക്ഷിത്ത് തൻ്റെ സ്വരൂപത്തിൽ എന്താണെന്ന് അറിഞ്ഞു, ഞാൻ ആരാണെന്ന് അറിഞ്ഞു. അതിൽ ലയിച്ചിരിക്കുമ്പോൾ തക്ഷകം വന്ന് ദംശിക്കുമെന്നൊരു സംശയം. ആ ശരീരം ഭസ്മമായിട്ട് പോയി. ആ ജീവൻ ഭഗവത് സ്വരൂപമായിട്ട് കുണ്ഠിതമില്ലാത്ത വൈകുണ്ഠ ലോകത്തിലേക്ക് വൈകുണ്ഠനായി മാറി എന്ന് പറഞ്ഞു. പിന്നീട് വേദങ്ങളെക്കുറിച്ചും വേദങ്ങളുടെ മുഴുവനും ആദ്യമ രൂപമായിരിക്കുന്ന ഓം എന്ന ശബ്ദത്തിനെ കുറിച്ച് പറഞ്ഞു. ആ ഓംകാരമാണ് പ്രണവം. ആ പ്രണവസ്വരൂപിയാണ് അകത്ത് വിടുകൊള്ളുന്ന ഭഗവാൻ. അതുകൊണ്ട് ഓംകാരം ജപിക്കുന്നുണ്ടോ അത് മാത്രം മതി. ഓംകാരോപാസന പ്രണവോപാസന കൊണ്ട് തന്നെ എല്ലാ ജ്ഞാനവും നമുക്ക് പ്രകാശിക്കും. അതിൽ നിന്നാണ് വേദവ്യാസൻ വേദങ്ങൾ, പുരാണങ്ങൾ, ഉപനിഷത്തുകൾ സകലതും ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു. പിന്നീട് ആ വേദങ്ങളെയും പുരാണങ്ങളെക്കുറിച്ചും അറിയണമെന്ന് പറയുമ്പോൾ അനവധി 18 പുരാണങ്ങളെക്കുറിച്ചും ഉപപുരാണങ്ങളെക്കുറിച്ചും എല്ലാം സൂതൻ പറഞ്ഞു കൊടുത്തു. ഇത് കേട്ടപ്പോഴാണ് പുരാണങ്ങളുടെ ആചാര്യനായിരിക്കുന്ന മാർക്കണ്ഡേയനെ കുറിച്ച് അറിയണമെന്ന് പറഞ്ഞു. എന്നും 16 വയസ്സാണ്. അപ്പുറത്തിരിക്കുന്ന മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ട് ഒരിക്കലും മരിക്കാതെ കൊണ്ട് എന്നും പൂർണ്ണത. 16 എന്ന് പറഞ്ഞാലേ പൂർണ്ണതയാണ്. ഇന്നും പൂർണ്ണമായിരിക്കുന്ന അദ്ദേഹത്തിന് ഒരിക്കൽ ഹിമാലയ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ തോന്നി മായ കാണണമെന്ന് തോന്നി. നരനാരായണമൂർത്തിയായിട്ടുള്ളതാ ഈ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു. ശിവന്റെ ഭക്തനെ അനുഗ്രഹിക്കാൻ ഗുരുവായൂരപ്പനാണ്, യാതൊരു സംശയമില്ല എന്ന് ഭാഗവതം വീണ്ടും നമ്മളോട് പറയുകയാണ്. അവിടുത്തെ ഭജിക്കുന്നവരെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കുന്നു, ഗുരുവായൂരപ്പനെ ഭജിക്കുന്നവനെ അപ്പുറത്തേക്കുന്ന മഹാദേവൻ അനുഗ്രഹിക്കുന്നതാണ്. ഇങ്ങോട്ട് വരുന്നവരെയൊക്കെ ഭഗവാൻ അവിടെ ഇന്ന് അനുഗ്രഹിക്കും, അങ്ങോട്ട് ചെല്ലുന്നവരെ ഭഗവാൻ അനുഗ്രഹിക്കും. എന്ത് പുണ്യം ചെയ്തു നമ്മൾ വെറുതെ പറഞ്ഞല്ല എന്നർത്ഥം. അത്രയും പുണ്യമാണ്. ആ നരനാരായണമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ചു. അല്പസമയം കൊണ്ട് തന്നെ എന്തെന്നില്ലാത്ത കൊടുങ്കാറ്റും മഴയും മിന്നലും എല്ലാം വന്നു. ആ ഹിമാലയം പോലും പ്രളയജലത്തിൽ അങ്ങനെ ആണ്ടാണ്ട് പോകുമ്പോൾ ഒരു എത്തും പിടിയും കിട്ടാതെ കണ്ട വെള്ളത്തിൽ വലിയ കൊടുങ്കാറ്റ് പോലെ ആ തിരമാലകൾ വന്ന് അടിച്ചു കയറി അത് കെട്ട് കൈകാലിട്ടടിച്ച് വെള്ളം കുടിച്ചും നീന്തിയും ആ വന്യജീവികളുടെ ആ ശബ്ദകോലാഹലങ്ങളെ കൊണ്ട് അവരുടെ കടിയേറ്റും എത്രയോ കഷ്ടപ്പെട്ടു. ആ
ഏതെങ്കിലും ഒരു കര കണ്ടാൽ മതി എന്ന് വിചാരിച്ചു. അതാണ് മായ. ഒരിക്കലും സമാധാനം തരാത്തത് മായ, ഒരിക്കലും സ്വസ്ഥത തരാത്തത് മായ. നമ്മളൊക്കെ ഈ മായപ്പെട്ടവരാണ്. ഈ മായയിൽ നിന്ന് കരകയറാൻ എന്ത് വേണം എന്ന് ചോദിക്കുമ്പോൾ ഉത്തര ദിക്കില് ഒരാടിൻ്റെ കൊമ്പ് വെള്ളത്തിൽ മുട്ടി നിൽക്കുന്നതായിട്ട് തോന്നി. അവിടെ കരയുണ്ടെന്ന് വിചാരിച്ചു വലിച്ചു നീന്തി അവിടെ ചെല്ലുമ്പോൾ അവിടെ അതിമനോഹരമായിരിക്കുന്ന ഒരു പ്രകാശം, ഒരു നീലക്കല്ലിൻ്റെ പ്രകാശം കാണുന്നു. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ ഭദ്രസ്യ പുടേശയാനം ബാലമുകുന്ദം മനസാ സ്മരാമി. തൻ്റെ കുഞ്ഞിക്കാല് പിടിച്ച് കിടക്കുന്ന ഉണ്ണികൃഷ്ണനെ അങ്ങോട്ട് കണ്ടപ്പോൾ എത്രയായി മാർക്കണ്ടായിരുന്നു സന്തോഷം കണക്കില്ല. വേഗം നീന്തി 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 അങ്ങോട്ട് ചെന്നു. കണ്ണാ, നീ എങ്ങനെ ഇത്രയും വലിയ പ്രളയജലം, എവിടെ നോക്കിയാലും ജലം മാത്രം, ഇത്രയും ആഴിയുടെ ഇത്രയും തിരമാല അടിക്കുമ്പോൾ എങ്ങനെയാ കണ്ണാ നീ ആലിൻ്റെ ഇലയിൽ ഇങ്ങനെ കിടക്കുന്നത് കുഞ്ഞിക്കാല് പിടിച്ചുകൊണ്ട്? പ്രഹ്ലാദനോട് മാർക്കണ്ഡേയനോട് പറഞ്ഞു, കണ്ണാ എൻ്റെ കുഞ്ഞിക്കാലൊന്ന് പിടിച്ചു നോക്കിയപ്പോൾ എന്തൊരു ടേസ്റ്റാണെന്നറിയോ. എൻ്റെ ഭക്തന്മാർ പറയും എന്ത് ദുഃഖം വന്നാലും എൻ്റെ കുഞ്ഞിക്കാല് സേവിച്ചാൽ മതി, എൻ്റെ കുഞ്ഞിക്കാല് സേവിച്ചാൽ മതി. ആ മധുരം അനുഭവിക്കുമ്പോൾ എല്ലാ ദുഃഖങ്ങളും പമ്പ കിടക്കണമെന്ന് പറയാറുണ്ട്. ഞാൻ വിശ്വസിക്കാറില്ല. മാർക്കണ്ഡേയ ഇത് അല്പം ഒന്ന് സേവിച്ച് നോക്കൂ. മാർക്കണ്ഡേയൻ്റെ നേരേക്ക് ആ കുഞ്ഞിക്കാല് നീട്ടി. മാർക്കണ്ഡേയനൊരു അല്പം സേവിച്ച് നോക്കിയപ്പോൾ ഹായ്, എന്തൊരു മധുരം, ഇത്രയും മധുരം ഇതിന് മുമ്പ് അനുഭവിച്ചിട്ടില്ല. ആ പാദസേവ അഭിരുചി നമുക്കുണ്ടാവണമെന്ന് മാർക്കണ്ഡേയൻ പറയാം. ആ കണ്ണനെ തന്നെ സ്മരിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്കും ഭഗവാന്റെ ശ്വാസത്തിൽ കണ്ണൻ്റെ നാസാദ്വാരത്തേക്ക് ഒരു വയറ്റിലേക്ക് ചെന്നു. അപ്പം എന്താ, തൻ്റെ ആശ്രമത്തിലിരിക്കുന്നു. അടുത്ത നിമിഷം ആ മൂക്കിക്കൂടി പുറത്തേക്ക് വെള്ളത്തിലേക്ക് പല പ്രാവശ്യമായപ്പോൾ മാർക്കണ്ഡേയന് മനസ്സിലായി, എപ്പം ഞാൻ വേറെയാണ്, ഭഗവാൻ വേറെയാണെന്ന് വിചാരിക്കണോ? അതാണ് മായ, അതാണ് പ്രളയം, അതാണ് കഷ്ടപ്പാട്. എപ്പം ഞാൻ ഭഗവാന്റെ ഉള്ളിലാണ്, ഭഗവാന്റെ കൂടെയാണെന്ന് ഞാൻ വിചാരിക്കണോ? അപ്പം നമുക്ക് എല്ലാ രക്ഷയും ഉണ്ടാവും അല്ലേ? കുട്ടിയുടെ കൈ പിടിച്ചുകൊണ്ട് അമ്മ നടന്നാൽ കുട്ടിയൊക്കെ കൈ കിടന്ന് തലകുത്തി പറഞ്ഞാലും കുട്ടിക്ക് ദോഷമില്ല. കുട്ടി അമ്മയുടെ കൈമേ പിടിച്ചേക്കണമെങ്കിലോ അത് കൈ വിട്ടു പോകും അല്ലേ? ഇതേപോലെ തന്നെ ഭഗവാൻ എന്നെ പിടിച്ചിട്ടുണ്ട് എന്നൊരു ഉറപ്പ് നമുക്കുണ്ടാവണം. ഭഗവാന്റെ കൂടെയാണ് ഞാൻ. ആ ഒരു മനസ്സ് നമുക്ക് വന്നാൽ കണ്ണനുണ്ടാവും നമ്മളെ കൂടെ കൊണ്ട് നടക്കാൻ. വഴി വലിച്ചു കൊണ്ട് പോയ മാതിരി നമ്മളെ ഇങ്ങനെ കൊണ്ട് നടത്തിക്കോളും എവിടെയും. മാർക്കണ്ഡേയൻ കണ്ണനെ ഇങ്ങനെ ധ്യാനിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്കും അപ്പുറത്തിരിക്കുന്ന പാർവതി പരമേശ്വരന്മാരുടെ മുമ്പിൽ വന്നു. മാർക്കണ്ഡേയ, സന്തോഷമായി, എനിക്ക് എന്തേ നിനക്ക് വരം വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, വരമേകം ഗണേധാവി പൂർണ്ണാൽ കാമാഭിവക്ഷണാൽ ഭഗവത് അച്യുതാം ഭക്തി തൽപരേഷു തഥാത്വയി. അവിടുത്തെ പാതാരബന്ധങ്ങളിൽ ഒരിക്കലും നശിക്കാത്തതായിരിക്കുന്ന ഭക്തി തന്നെ അനുഗ്രഹിക്കണേ. മഹാദേവനും പാർവതിയും അനുഗ്രഹിച്ചു. വീണ്ടും 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 പുരാണാചാര്യദാസ്മൃതേ, പുരാണങ്ങളുടെ മുഴുവനും ആചാര്യനായിട്ട് തീരട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചുകൊണ്ടതാണ് അപ്പുറത്തേക്ക് മാറിയിരുന്നു. ആ മാർക്കണ്ഡേയനാണ് നമ്മുടെ ഗുരു. അങ്ങനെ ആ മാർക്കണ്ഡേയൻ്റെ കഥ വർണ്ണിച്ചു. പിന്നീടാണ് ഭഗവാന്റെ വിശ്വരൂപം, പ്രകൃതി മുഴുവനും ഏതേത് നോക്കുമ്പോഴും എല്ലാം ഭഗവാന്റെ രൂപമാണ് എന്ന് പറഞ്ഞുകൊണ്ട് 12 സൂര്യനെക്കുറിച്ചും സൂര്യ ഉപാസനയെക്കുറിച്ചും പറഞ്ഞുകൊണ്ടാണ് ഭാഗവതം പറഞ്ഞ് അവസാനിപ്പിച്ചത്. സൂര്യനായിട്ട് പ്രത്യക്ഷ ഭഗവാൻ നമ്മുടെ മുമ്പിൽ അങ്ങനെ തിളങ്ങി നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാഗവതം പറഞ്ഞ് അവസാനിപ്പിച്ചത്. ഇനിതാ 12ാമത്തെ അധ്യായം ഭാഗവതത്തിൻ്റെ മനനമാണ്. പിന്നീട് ഒരധ്യായം കൊണ്ട് ആ സമർപ്പണം, പിന്നീട് 8 ശ്ലോകം കൊണ്ട് ഭഗവാന്റെ അവതാരം, പിന്നെ മംഗളം പാടി നമുക്ക് അന്നത്തെ പാതകളെ സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദ ഗോവിന്ദ. അഥ ദ്വാദശോധ്യായ. സൂതഃ ഉവാച നമോ ധർമായ മഹതേ നമഃ കൃഷ്ണായ വേധസേ ബ്രാഹ്മണേഭ്യോ നമസ്കൃത്യ ധർമാൻ വക്ഷ്യേ സനാതനാൻ ഏതദ്വ കഥിതം വിപ്ര വിഷ്ണോശ്ചരിതമദ്ഭുതം ഭവൽഭിരേദഹം പൃഷ്ടോ നരാണാം പുരുഷോചിതം അത്ര സങ്കീർത്തിത സാക്ഷാത് സർവപാപഹരോ ഹരി നാരായണോ ഹൃഷീകേശോ ഭഗവാൻ സാത്വതാംപതി അത്ര ബ്രഹ്മപരം ഗുഹ്യം ജഗത പ്രഭവാപ്യം ജ്ഞാനം ച തതുപാഖ്യാനം പ്രോക്തം വിജ്ഞാന സംയുതം ഭക്തിയോഗ സമാഖ്യാതോ വൈരാഗ്യം ച തദാശ്രയം പാരീക്ഷതമുപാഖ്യാനം നാരദാഖ്യാനമേവ ച പ്രായോപവേശോ രാജർഷൈർവിപ്രശാപാത് പരീക്ഷിത സുഖസ്യ ബ്രഹ്മഋഷഭസ്യ
സംവാദശ്ച പരീക്ഷിത യോഗധാരണയോത്ക്രാന്തി സംവാദ നാരദാജയോ അവതാരാനുഗീതം ച സർഗ പ്രാധാനികോഗ്രത വിദുരോധവ സംവാദ ക്ഷത്രമൈത്രേയോസ്തദാ പുരാണ സംഹിത പ്രശ്ന മഹാപുരുഷ സംസ്ഥിതി തത പ്രാകൃതിക സർഗ സപ്തവൈകൃതികാശ്ചൈ തതോ ബ്രഹ്മാണ്ഡ സംഭൂതി വൈരാജ്യ പുരുഷോയത കാലസ്യ സ്ഥൂല സൂക്ഷ്മസ്യ ഗതി പത്മസമുദ്ഭവ ഭുവ ഉദ്ധരണേൻ ബോധേ ഹിരണ്യാക്ഷവധോ യഥാ ഊർധ്വദിവ്യവാക് സർഗ രുദ്രസർഗസ്തഥൈവ ച അർദ്ധനാരീ നരസ്യാഥ യതസ്വായം ഭുവോ മനു ശതരൂപാചയാ സ്ത്രീണാം ആദ്യ പ്രകൃതിരുത്തമ സന്താനോ ധർമ്മപത്നീനാം കർദമസ്യ പ്രജാപതേ അവതാരോ ഭഗവത കപിലസ്യ മഹാത്മന ദേവഹൂത്യാശ്ച സംവാദ കപിലേന ച ധീമത നവബ്രഹ്മ സമുൽപത്തി ദക്ഷയജ്ഞ വിനാശനം ധ്രുവസ്ഥിതരിതം പശ്ചാത് പ്രഥോ പ്രാചീന ബർഹിഷ നാരദസ്യ ച സംവാദ തത പ്രയവ്രതം ദ്വിജാ നാഭേസ്തതോനുചരിതം ഋഷഭസ്യ ഭരതസ്യ ച ദ്വീപവർഷ സമുദ്രാണാം ഗിരിനദ്യുപവർണ്ണനം ജ്യോതിശ്ചക്രസ്യ സംസ്ഥാനം പാതാളനരകസ്ഥിതി ദക്ഷജന്മ പ്രചേതോഭ്യസ്തൽപുത്രാണാം ച സന്തതി യതോ ദേവാസുരനരാസ്തിര്യഗ്നഗാദയ ത്വഷ്ട്രസ്യ ജന്മനിധനം പുത്രയോശ്ചാദിതേർദ്വിജാ ദൈത്യേശ്വരസ്യ ചരിതം പ്രഹ്ലാദസ്യ മഹാത്മന മന്വന്ദനാനുകഥനം ഗജേന്ദ്രസ്യ വിമോക്ഷണം മന്വന്ദനാവതാരാശ്ച വിഷ്ണോർഹയശനാദയ കർമ്മം ധാന്വന്ദനം മാത്സ്യം വാമനം ച ജഗത്പതേ ക്ഷീരോതമഥനം തദ്വത് അമൃതാർത്ഥേ ദിവൗകസ ദേവാസുര മഹായുദ്ധം രാജവംശാനുകീർത്തനം ഇക്ഷ്വാകുജന്മ തദ്വംശ സുദ്യുമ്നസ്യ മഹാത്മന ഇളോവാഖ്യാനമത്രോക്തം ദാരോവാഖ്യാനം ഏവ ച സൂര്യവംശാനുകഥനം സസാദാദ്യാ നിർഗാദയ സൗഗന്യം ചാഥ ശര്യാതയെ ഖഗുൽസ്ഥസ്യ ച ധീമത ഖട്വാംഗസ്യ ച മാധാതു സൗഭരേ സകരസ്യ ച രാമസ്യ കൗസലേന്ദ്രസ്യ ചരിതം ഗിൽബിഷാപഹം നിമേരംഗപരിത്യാഗ ജനഗാനാം ച സംഭവ രാമസ്യ ഭാർഗവേന്ദ്രസ്യ നിക്ഷത്രകരണം ഭവ അയിളസ്യ ച സോമവംശസ്യ യയാതേർനഹുഷസ്യ ച ദൗഷ്യന്തേർഭരതസ്യാപി സന്തനോസ്തൽസുതസ്യ ച യയാതേർജ്യേഷ്ഠപുത്രസ്യ യദോർവംശോനുകീർത്തിത യത്രാവതീർണോ ഭഗവാൻ കൃഷ്ണാഖ്യോ ജഗദീശ്വര വസുദേവ ഗൃഹേ ജന്മ തതോ വർദ്ധിസ്ഥ ഗോകുലേ തസ്യ കർമാണ്യപാരാണി കീർത്തിതാന്യസുരദ്വിഷ പൂതനാസുപയഃപാനം സകടോച്ചാടനം ശിശോ തൃണാവർത്തസ്യ നിഷ്പേഷ തഥൈവ ഭഗവത്സവയോ ധേനുകസ്യ സഹഭ്രാതു പ്രലംബസ്യ ച സംക്ഷയ ഗോപാനാം ച പരിത്രാണം ദവാഗ്നേ പരിസർപ്പദ ദമനം കാളിയസ്യ ഹേ മഹാഹേ നന്ദമോക്ഷണം വ്രതചര്യാതു കന്യാനാം യത്ര ദുഷ്ടോച്യുതോ വ്രതയ്യ പ്രസാദോ യജ്ഞമഗ്നീഭ്യ വിപ്രാണാം ചാനുതാപനം ഗോവർദ്ധനോദ്ധാരണം ച ശക്രസ്യാസുരഭേരഥ യജ്ഞാഭിഷേകം കൃഷ്ണസ്യ സ്ത്രീഭിः ക്രീഡാചരാത്രിഷു ശംഖചൂഡസ്യ ദുർബുധേ വധോരിഷ്ടസ്യ കേശിന അക്രൂരാഗമനം പശ്ചാത് പ്രസ്ഥാനം രാമകൃഷ്ണയോ വ്രജസ്ത്രീണാം വിലാപശ്ച മധുരാലോകനം തഥാ ഗജമുഷ്ടികചാണൂരകം സാദീനാം ചയോവഥ മൃതസ്യാനയനം സൂനോ പുനഃ സാന്ദീപനേർഗുരോ മധുരായാം നിവസതാ യദുചക്രസ്യ യൽ പ്രിയം കൃതമുദ്ധവരാമാഭ്യാം യുതേന ഹരിണാദ്വിജാ ജനാസന്ധ സമാനീത സൈന്യസ്യ ബഹുശോ വധ ഘാതനം യവനേന്ദ്രസ്യ കുശസ്ഥല്യാ നിവേശനം ആദാനം പാരിജാതസ്യ സുധർമായ സുരാലയാത് രുക്മിണ്യാ ഹരണയുദ്ധേ പ്രമധ്യ ദിവിഷതോ ഹരേ ഹരസ്യ ജർഭണയുദ്ധേ ബാണസ്യ ഭുജകൃന്ദനം പ്രജ്യോതിഷപതിം ഹത്വാ കന്യാനാം ഹരണം ചയത ചൈദ്യപൗണ്ഡ്രകശാൽവാനാം ദന്തവക്ത്രസ്യ ദുർമതേ
ശംഭരോദിവിധപീഠോ മുരപഞ്ചജനാദയ മാഹാത്മ്യം ച വധസ്തേഷാം വാരാണസ്യാശ്ച ദേഹദാഹനം ഭാരാവതരണം ഭൂമേ നിമിത്തീകൃത്യ പാണ്ഡവാൻ വിപ്രശാപാപദേശേന സംഹാരസ്വ കുലസ്യ ച ഉദ്ധവസ്യ ച സംവാദ വാസുദേവസ്യ ച അത്ഭുത യത്ര ആത്മവിദ്യാ ഹ്യഖില പ്രോക്താ ധർമ്മ വിനിർണയ തതോ മർത്യമരിത്യാഗ ആത്മയോഗ അനുഭാവത യുഗലക്ഷണവൃത്തിശ്ച കലൗ നൃണാമുപപ്ലവ ചതുർവിധശ്ച പ്രളയ ഉൽപത്തിസ്ത്രിവിധാ തഥാ ദേഹത്യാഗസ്ത രാജർഷേ വിഷ്ണുരാധസ്യ ധീമത ശാഖാ പ്രണയന വൃഷേ മാർക്കണ്ഡേയസ്യ സൽകഥ മഹാപുരുഷ വിന്യാസ സൂര്യസ്യ ജഗദാത്മന ഇതി ചോക്തം ദ്വിജശ്രേഷ്ഠ യൽപൃഷ്ടോഹമിഹാസ്മിവ ലീലാവതാരകർമാണി കീർത്തിതാനീഹ സർവസ പതിതസ്ഖലിതശ്ചാർത്ത ക്ഷുത്വാ വാ വിവശോ ബ്രുവൻ ഹരയേ നമഃ തുച്ഛേ മുച്ഛതേ സർവപാദകാൽ പ്രതിതസ്കലിതശ്ചാർത്താ ക്ഷുത്വാ വാ വിവശോ ബ്രുവൻ ഹരയേ നമഃ ഇത്യുച്ഛേ മുച്ഛതേ സർവതോ ഭയാൽ സർവപാതകാൽ. എന്തെല്ലാം തരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുമ്പോഴും എന്തെല്ലാം ദുരിതങ്ങൾ വരുമ്പോഴും എത്രമാത്രം ഭയം വരുമ്പോഴും അതിൽ നിന്നൊക്കെ മുക്തി നേടാൻ ഒരേ ഒരു മന്ത്രം മാത്രം, ഹരേ നമ. ഹരിയും ഹരനും ഒന്നിച്ചിരിക്കുന്ന നമ്മുടെ ഈ ഗ്രാമത്തിൽ ഇതിലും വലിയ പുണ്യം മറ്റൊന്നുമില്ല. അതുകൊണ്ട് ഗുരുവായൂരപ്പനെ മഹാദേവൻ്റെ ഒപ്പം ശ്രീപാർവതിയും നടന്നിരിക്കുന്നു. ആ ഒരു സ്വരൂപത്തിനെ എല്ലാവരും എല്ലാ ദുഃഖങ്ങളെയും അകറ്റണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി മഹാദേവനെയും ഗുരുവായൂരപ്പനെയും കൂടി കൂട്ടിവിളിക്കുന്ന ഹരേ നമ എന്ന മന്ത്രം എല്ലാവർക്കും നന്മയുണ്ടാവണേ, എല്ലാവർക്കും അനുഗ്രഹം ചൊരിയണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ആത്മാർത്ഥമായിട്ട് ഓർക്കണം, ജപിക്കണം എല്ലാവരും. പതിതസ്കലിതശ്ചാർത്താ ക്ഷുത്വാ വാ വിവശോ ഭുവൻ ഹരയേ നമഃ. ഹരേ നമഃ. ഹരേ നമഃ. ഇത്യുച്ഛേ മുച്ഛതേ സർവപാതകാൽ. ഹിപുംസാൽ വ്രത വ്യസനം ഹിപുംസാം പ്രവിശ്യ ചിത്തം വിധുരോത്യശേഷം യഥാ തമോർക്കോ ഭ്രമിവാദിവാദ മൃഷാഗിരസ്ഥാഹ്യ സതീരസൽകഥാ ന കഥ്യതേ യദ ഭഗവാനഥോക്ഷജ്യ തദേവ സത്യം തദുഹൈവ പുണ്യം തദുഹൈവ മംഗളം തദേവ പുണ്യം ഭഗവത്ഗുണോദയം തദേവ രമ്യം രുചിരം നവം നവം തദേവ സസ്വന്മനസോ മഹോത്സവം തദേവ ശോകാർണവ ശോഷണം നൃണാം യദുത്തമശ്ലോകേശോനുഗീയതേ തതൽവദശ്ചിത്രപദം യഹരേർയശ ജഗൽ പവിത്രം പ്രഗൃണീത കർഹിജിത തദ്വാംക്ഷതീർത്ഥം മധു ഹംസസേവിതം യത്രാച്യുത തത്ര ഹി സാധവോമനാ സവാഗ്വിസർഗോ ജനദാഘ്രസംപ്ലവ യസ്മിൻ പ്രതിശ്ലോകമബദ്ധവത്യപി നാമാന്യനന്ദസ്യ യശോങ്കിതാനയന ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവ നൈഷ്കർമ്യമപ്യച്യുത ഭാവവർജിതം ന സ്വഫലേ ജ്ഞാനബലം നിരഞ്ജനം കുതഃ പുനഃശ്വതഭദ്രമീശ്വരേ നഹ്യർപ്പിതം കർമ്മേതപ്യുത്തമം യശശ്രിയാമേവ പരിശ്രമ പരോ വർണ്ണാശ്രമാചാര തപശ്രുതാദിഷു അവിസ്മൃതി ശ്രീധരപാദവൽമയോ ഗുണാനുവാദ ശ്രവണാദിഭിർഹരേ അവിസ്മൃതി കൃഷ്ണപദാരവിന്ദയോ ക്ഷണോത്യഭദ്രാണി സമന്തനോദി ച സത്വസ്യ ശുദ്ധിം പരമാത്മഭക്തിം ജ്ഞാനം ച വിജ്ഞാന വിരാഗയകുതം യൂയം ദ്വിജാഗ്ര്യാപദ ഭൂരിഭാഗാ യച്ഛശ്വതാത്മന്നഖിലാത്മഭൂതം നാരായണം ദേവമദേവമീശം അജസ്രഭാവ ഭജതാ വിവേശ്യ അഹം ജ സംസ്മാരിതാത്മതത്വം ശ്രുതം പുരാമേ പരമഋഷിവക്ത്രാത് പ്രായോപവേശേ നൃപതേ പരീക്ഷിത സദസ്തു ഋഷീണാം മഹതാം ച ശൃണ്വതാം ഏതദ്വ കഥിതം വിപ്രാ കഥനീയോരു കർമ്മണ മാഹാത്മ്യം വാസുദേവസ്യ സർവാശുഭവിനാശനം യ ഏവം ശ്രാവയ നിത്യം യാമക്ഷ
ഭാഷണമനന്യധീ ശ്രദ്ധാവാനയോനുശൃണുയാത് പുനാത്യാത്മാനമേവ സ ദ്വാദശ്യാം ഏകാദശ്യാം വാ ശൃണ്വന്നായുഷ്യവാൻ ഭവേത് പഠത്യനശ്നൻ പ്രയത തതോ ഭവത്യപാതകി പുഷ്കരേ മഥുരായാം ച ദ്വാരവത്യായതാത്മവാൻ ഉപോഷ്യ സംഹിതാമേതാം പഠിത്വാമുച്യതേ ഭയാത് ദേവതാമുനയസ്ഥിതാ പിതരോ മനവോ നിർമാ യച്ഛന്തി കാമാൻ ഗൃണത ശൃണ്വതോ യസ്യ കീർത്തനാത് ഋചോ യജുംഷ്യധ്യാ ഋചോ യജുംഷി സാമാനി ദ്വിജോധീത്യാനുവിന്ദതേ മധുകുല്യാ ഘൃതകുല്യാ പയകുല്യാ സദൽഫലം പുരാണ സംഹിതാമേതാം അധീത്യ പ്രയതോ ദ്വിജ പ്രോക്തം ഭഗവതായതോ തൽപദം പരമം വ്രജേത് വിപ്രാധീത്യാപ്നുയാത് പ്രജ്ഞാം രാജന്യോ ദധിമേഖനാത് വൈശ്യോ നിധിപതിത്വം ച ശൂദ്രശുദ്ധേതപാതകാത് കലിമല സംഹതികാലനോഖിലേശ ഹരിവിതരത്ര ഗീയതേഹി അഭീക്ഷ്മം ഇഹത് പുനർഭഗവാൻ അശേഷമൂർത്തി പതിപഠിതോനുപദം കഥാപ്രസംഗൈ തമഹമജമനന്തമാത്മതത്വം ജഗദുദയസ്ഥിതി സംയമാത്മശക്തിം ദിവിപതിഭിരജചക്രസംഗ്രാദീയ ദുരവസിതസ്തവം അച്യുതം നതോസ്മി ഉപജിതമവശക്തിഭിസ്വാത്മന്യുപരചിതസ്ഥിരജംഗമാലയായ ഭഗവത ഉപലബ്ധിമാത്രധാമുനേ സുരർഷഭായ നമസ്സനാതനായ നമസ്സനാതനായ സ്വസുഖ നിപൃതചേതാസ്തൽവിതസ്ഥാന്യഭാവോപ്യജിതരുചിരലീലാകൃഷ്ടസാരസ്തദീയം വ്യതനുത കൃപയായസ്തദീയസ്യസ്തത്വദീപം പുരാണം തമഖിലവൃജിനഗ്നം വ്യാസസൂനും നതോസ്മി വ്യതനുത കൃപയാ യസ്തത്വദീപം പുരാണം തമഖിലവൃജിനഗ്നം വ്യാസസൂനും നതോസ്മി. ശ്രീഹരേ നമ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായ ദ്വാദശേ ദ്വാദശസ്കന്ധാർത്ഥനിരൂപണം നാമ ദ്വാദശോധ്യായ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. സമർപ്പണമാണ് അടുത്ത അധ്യായത്തിൽ. ത്രയോദശോധ്യായ സൂതോവാച യം ബ്രഹ്മാവരുണേന്ദ്ര രുദ്രമരുതസ്തുന്യന്തി ദിവ്യൈ സവയ്യ വേദൈ സാംഗപദഖമോപനിഷതൈർഗായന്തിയം സാമഗ്ര ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തിയം യോഗിനോ യസ്യാന്തം ന വിദുസ്സുരാസുരഗണാ ദേവായ തസ്മൈ നമഃ. പൃഷ്ടേഭ്രാമ്യതമന്ദമന്ദരഗിരിഗ്രാവാഗ്രകണ്ഡൂയനാൽ നിദ്രാലോകമഠാകൃതേ ഭഗവതശ്വാസാനിലാപാന്തുവ യൽസംസ്കാരകലാനുവർത്തനവശാൽ വേലാനിഭേനാംഭസാം യാതായാതമദന്ത്രിതം ജലനിധേർനാദ്യാപി വിശ്വാമ്യതേ പുരാണസന്ധ്യാസംഭൂതി അസ്യ വാച്യഭയോജനെ ദാനം ദാനസ്യ മാഹാത്മ്യം പാഠാദേ ച നിബോധത പ്രാമം ദശസഹസ്രാണി പാത്മം പഞ്ചോണഷഷ്ടിജ ശ്രീവൈഷ്ണവം ത്രയോവിംശചതുർവിംശതി ശൈവകം ദശാഷ്ണോ ശ്രീഭാഗവതം നാരദം പഞ്ചവിംശതി മാർക്കണ്ഡം നവാന്നം ദശപഞ്ചചതുശതം ചതുർദശ ഭവിഷ്യം സ്യാത് തഥാ പഞ്ചശതാനി ച ദശാഷ്ണോ ബ്രഹ്മവൈവർത്തം ലിംഗമേകാദശൈവതോ ചതുർവിംശതി വാരാഹമേകാശീതിസഹസ്രകം കാന്തം ശതം തഥാ ചേകം വാമണം ദശകീർത്തിതം കൗമം സപ്തശാഖ്യാതം മാത്സ്യം തത്തു ചതുർദശ ഏകോനവിംശത്സൗവർണം ബ്രഹ്മാണ്ഡം ദ്വാദശൈവതോ ഏവം പുരാണസന്തോഹ ചതുർലക്ഷമുദാഹൃത തഥാഷ്ടാദശസഹസ്രം ശ്രീഭാഗവതമിഷ്യതേ ഇതം ഭഗവതാ പൂവം ബ്രഹ്മണേ നാഭിവങ്കജേ സിതായ ഭവഭീതായ കാരുണ്യാൽ സംപ്രകാശിതം ആദിമധ്യാവസാനേഷോ വൈരാഗ്യാഖ്യാന സംയുതം ഹരിലീലാകഥാമൃതാതാമൃതാനന്ദിതസത്സരം സർവവേദാന്തസാരം യദ്ബ്രഹ്മാത്മൈകത്വലക്ഷണം വസ്പ്രാപ്തിദീയം തന്നിഷ്ടം കൈവല്യൈക പ്രയോജനം പൗഷ്ണവത്യാം പൗർണമാസ്യാം ഹേമസിംഹസമന്വിതം തദാദിയോ ഭാഗവതം സയാതി പരമാ യാചന്തേ താവതജ്ഞാനാനി താവതജ്ഞാനി പുരാണാനി സദാംഗണേ യാവണ്യതൃച്ഛതേ സാക്ഷാൽ ശ്രീമദ്ഭാഗവതം പരം സർവവേദാന്തസാരം ഹി ശ്രീഭാഗവതമിഷ്യതേ തദ്രസാമൃതതൃപ്തസ്യ നാന്യത്രസ്യാന്തി ദിക്കുജേ ഇന്നഗാനാം യഥാ ഗംഗാ ദേവാനാം അച്യുതോ യഥാ വൈഷ്ണവാനാം യഥാ ശംഭു പുരാണാനാമിദം തഥാ ക്ഷേത്രാണാം ചൈവ സർവേഷാം യഥാ കാശീ ഹനുത്തമ തഥാ പുരാണം ഭ്രാതാനം ശ്രീമദ്ഭാഗവതം ദ്വിജാ
ശ്രീമദ്ഭാഗവതം പുരാണമമലവ്യൽ വൈഷ്ണവാനാം പ്രിയം യസ്മിൻ പാരമഹംസ്യമേകമമളം ജ്ഞാനം പരം ഗീയതേ തത്ര ജ്ഞാനവിരാഗഭക്തിസഹിതം നൈഷ്ഠമ്യമാവിഷ്കൃതം തच्छൂർണ്ണൻ വിപഠൻ വിചാരണപരോ ഭക്ത്യാ വിമുച്യേന്നര കസ്മയ്യേന വിഭാസ്തോയ മധുരോ ജ്ഞാനപ്രദീപപുരാ തദ്രൂപേണ ച നാരദായ മുനയേ കൃഷ്ണായ തദ്രൂപിണ യോഗീന്ദ്രായ തദാത്മനാഥ ഭഗവദ്രാധായ കാരുണ്യത തച്ചുദ്ധം വിമലം വിശോകമൃതം സത്യം പരം ധീമഹി സത്യം പരം ധീമഹി സത്യം പരം ധീമഹി നമസ്തസ്മൈ ഭഗവതേ വാസുദേവായ സാക്ഷിണേയ ഇദം കൃപയാ കസ്മൈ വാചചക്ഷേ മുമുക്ഷവേ യോഗീന്ദ്രായ നമസ്തസ്മൈ ശുകായ ബ്രഹ്മരൂപിണേ സംസാരസപ്പതഷ്ടം യോ വിഷ്ണുരാധമമോമുചൽ ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായത്തെ തഥാ കുരുഷ്വ ദേവേശ നാഥത്വം നോയത പ്രഭോ നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായത്തെ തഥാ കുരുഷ്വ ദേവേശ നാഥത്വം നോയത പ്രഭോ നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. ഇതൊരു ഭഗവാന്റെ തിരുനാമ ഗംഗയിൽ മുഴുകുമ്പോഴാണോ എല്ലാ പാപങ്ങളും നശിച്ച് എല്ലാ ദുഃഖങ്ങളും തീർന്നു കിട്ടണത് ആ ശ്രീഹരിയുടെ ആ ഭഗവാന്റെ പാതാരബന്ധങ്ങളിൽ അടിയുറച്ചതായിരിക്കുന്ന ഭക്തി തരണേ എന്ന ഈ ശ്ലോകം ഒന്നുകൂടി ചൊല്ലിത്തരാം. എല്ലാവരും ഭക്തി വേണമെന്ന് മോഹിക്കുന്നവർ, ഭഗവാന്റെ അനുഗ്രഹം വേണമെന്ന് മോഹിക്കുന്നവരെല്ലാം അത് വേണ്ട മാതിരി ഒക്കെ ഏറ്റിട്ടില്ല. ഭവേ ഭവേ യഥാ ഭക്തി പാദയോസ്തവ ജായതേ തഥാ കുരുഷ്വ ദേവേശ നാഥത്വം നോയത പ്രഭോ നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം തം നമാമി ഹരിം പരം ഹരിം പരം. ശ്രീകൃഷ്ണായ മച്ഛമൻ ഭാഗവതേ മഹാപുരാണേ വൈയാസകിമഷ്ടാക്ഷസഹസ്രം പാരമഹംസ്യം സംവിധാനം ദ്വാദശസ്കന്ധേ ത്രയോദശോധ്യായ ദ്വാദശസ്കന്ധസമാപ്തഃ सम्पूर्णोऽयं ग्रन्थः यत्र योगेश्वर कृष्णो यत्र पार्थो धनुर्धर तत्र श्रीर्विजयो भूतिर्ध्रुवा नीतिर्मधुर्मम सर्वत्र गोविन्दनाम सङ्कीर्तनं ॐ नमो भगवते वासुदेवाय ॐ नमो भगवते वासुदेवाय. ശ്രീകൃഷ്ണാവതാരം 8 ശ്ലോകം കൊണ്ട് വായിക്കുകയാണ്. എന്നും ശ്രീകൃഷ്ണാവതാരം ഈ തിരുമുറ്റത്ത് നമ്മുടെ കൂരിലിട്ട് പിടിച്ചതായിരിക്കുന്ന ഹൃദയമാകുന്ന ആ കാരാഗ്രഹത്തിൽ എന്നും കണ്ണൻ്റെ നീലവെളിച്ചം ഉണ്ടാവണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്കിതാ ആ 8 ശ്ലോകം വായിച്ചിട്ട് മംഗളം പാടി അവസാനിപ്പിക്കാം. അത തൃതീയോധ്യായ ശ്രീശുഭവാച അത സർവഗുണോപേതകാലപരമശോഭന യർഹേവാചനജന്മക്ഷം ശാന്തക്ഷഗ്രഹതാരകം ദിശപ്രസേതുഗ്രഗണം നിർമ്മലോടുഗണോദയം മഹീമംഗളഭൂയിഷ്ണപുരഗ്രാമഭുജാകര നദ്യപ്രസന്നസലിലാഹൃദാജലരുഹശ്രിയ ദ്വിജാലികുലസംനാദസ്തവകാവനരാജയ വവായുസുഖസ്പർശപുണ്യഗന്ധവഹശ്രി അഗ്നേച്ഛദ്വിജാതീനാം ശാന്താ തത്ര സമിന്ദത മനാം സ്യാസം പ്രസന്നാനി സാധൂനാമസുരദ്രഹം ജായമാനേ ജനേ തസ്മിന്നേ ദുദുദ്ഭയോ ദിവി
ജഗുക്കിന്നരഗന്ധർവാ സ്പൃഷ്ടവത്സിദ്ധധാരണാ വിദ്യാധരരചനനസു അപ്സരോഭിസമം തഥാ മുമുചുമുനിയോ ദേവാസുമനാം സുമുദാനുദാ മന്ദം മന്ദം ജലധരാജിഗുജു അനുസാഗരം നിശീധേ തമോത്ഭൂതേ ജായമാനേ ജനാർദ്ദനേ ദേവക്യാം ദേവരൂപിണ്യാം വിഷ്ണു സർവഗുഹാശയ ആവിരാസീത്യതാ പ്രാച്യാം ദിശീന്ദിരപുഷ്കല തമത്ഭുതം ബാലകമംഭുജേക്ഷണം ചതുർഭുജം ശംഖഗദായുധായുധം ശ്രീവത്സലക്ഷ്മം ജലശോഭികം സ്നുഭം പീതാംബരം സാന്ദ്രപയോതസൗഭഗം മഹാർഭവൈഡൂര്യകിരീടകുണ്ടലത്തുഷാപരിഷക്തസഹസ്രകുണ്ടലം ഉദ്ദാമകാഞ്ജംഗതകങ്കണാദിഭിർ വിരോചമാനം വസുദേവ ഐക്ഷത സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. 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 ഓം നമോ ഭഗവതേ നാരായണായ. 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 ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണായ. ഓം നമോ ഭഗവതേ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. വാസുദേവായ നാരായണായ. നാരായണായ വാസുദേവായ. വാസുദേവായ നാരായണായ. നാരായണായ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ നാരായണായ. ഓം നമഃ ശിവായ. 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 ഓം
ശിവായ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ 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 അമ്മ കാനാശ്രയം ദേവി കാനാശ്രയം അമ്മയല്ലാതെ എനിക്കാരുമില്ലാശ്രയം അമ്മ കാനാശ്രയം ദേവി കാനാശ്രയം അമ്മയല്ലാതെ എനിക്കാരുമില്ലാശ്രയം അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ കൃഷ്ണ 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 ഹരേ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഹരശങ്കര ശിവശങ്കര ദുരിതങ്കര ശിവനേ ഹരിദാസ്യമുടനിശം മമ വളരാൻ വഴിവരണേ മരണേ മമ ഗുരുമന്ദിര രമണേ മതിവരണേ ശരണേ മമ ഹരിതൻ മൃദുചരണേ രതി ശിവനേ ഇനി ഇങ്ങനെ ജനനീ ജന ജഠരേ അധിവാസം പരിമാമല മകൾ കൺവര ഹൃദയരുളരുതേ മുരളീരവ തരളി ഹൃദമവ വല്ലവ വനിത പരമണ്ഡല പരിമണ്ഡിത ഗുരുമന്ദിര പതിയായി കളരുന്നൊരു നല്ല ജീവിതമിവനേ കുക ശിവനേ മലസായക മധുസൂദന മധുസൂദന ജയിത മരണാർണവതരണ പ്ലവമരുണാംബുജ സുഭഗം ശരണം തിരുജവകൽ പുരവരേ മമ ശരണം കരുണാകരണയി നീ കൃപ കലരാതെ കഴിച്ചാൽ പരമോദര മകവര ഹരിതൻ പദമണയാൻ അജനാരദ സുരനായക പണിയും തിരുവടിയും സജലാംബുജ സുഭഗം തിരുവുടലും തിരുമുടിയും മധുരാധര സുധയും തൊടുകുറിയും കുറുനിരയും മധുമാധുരി പൊഴിയും ഭവമൊഴിയും തിരുമൊഴിയും വിധസുന്ദര മുഖവും ജയവഴിയും തിരുമിഴിയും വിധുശേഖര വിളയാടണം അനിശം മമ കരളിൽ കദളി ഗിരിധരണി സുരഭണിതം ബഹുഫലദം മുരളീധര ചരണാംബുജ ചരിതം കുണുതദിതം ഹരശം
ശിവശങ്കര ദുരിതങ്കര ശിവനേ ഹരിദാസ്യമോടനിശം മമ വളരാൻ വഴിവരണേ ഹരിദാസ്യമോടനിശം മമ വളരാൻ വഴിവരണേ ഹര ഹര നമ പാർവതീപതേ ഹര 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 നമ പാർവതീപതേ ഹര ഹര മഹാദേവ പാർവതീപതേ ഹര ഹര മഹാദേവ രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം സദാ ശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം ചോറ്റാനിക്കരവാഴും ദേവി ശരണം മേ തവ ചരണയുഗം ആശ്രിതവത്സല സബരി ഗിരീശ ശരണം മേ തവ ചരണയുഗം 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 ഓം സ്വസ്തിപദാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുഖിനോ ഭവന്തു ലോകാ സമസ്താ സുഖിനോ ഭവന്തു കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനേടജം വാ മാനസം വാ പരാധം വിഹിതമവിഹിതം വാ സർവമേതൽക്ഷണത്വാ ശിവ ശിവ കരുണാബ്ധേ ശ്രീമഹാദേവ ശംഭോ അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാൽ കാരുണ്യഭാവേന മഹാപ്രഭു സമർപ്പയാമി ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ ശ്രീ ഗുരുവായൂരപ്പൻ്റെയും ശ്രീ മഹാദേവൻ്റെയും മഹാകാരുണ്യം കൊണ്ട് നമ്മൾ ഭാഗവതം ഭഗവാന്റെയും സജ്ജനങ്ങളുടെയും പാതാരങ്ങളിൽ സമർപ്പിച്ചു. ഏറ്റവും പുണ്യമായ ഒരു കാലത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അടുത്ത തിങ്കളാഴ്ച ആകുമ്പോഴേക്കും വൈശാഖം എന്ന മാധവമാസം വരെയാണ്. കൃഷ്ണപൂജയ്ക്ക് ഭാഗവതാദി പുരാണങ്ങൾ വായിക്കാനും നാമം ജപിക്കാനും ഒക്കെ വിശേഷമായ കാലം. അതിനു മുമ്പായിട്ട് തന്നെ ഭഗവാൻ പുഷ്കൈനീട്ടമായിട്ട് നമുക്ക് തന്ന ഈ ഭാഗവതാമൃതം സത്യം പറഞ്ഞാൽ മനസ്സത്രയും നിറഞ്ഞു ഇവിടെ ഇരിക്കുമ്പോൾ. കാരണം ഇതേപോലെ വേദികൾ വളരെ അപൂർവമേ നമ്മൾ കാണാറുള്ളൂ. എല്ലാവരും ശ്രദ്ധയോടു കൂടിയിരിക്കുന്ന ആളുകളും നാമം ജപിക്കാനും എല്ലാത്തിനും എന്തിനും മുമ്പിലാണ്. ഇങ്ങനെ ഒരു വേദിയാണ് നമുക്ക് വേണ്ടത്. ഇത് തന്നെയാണ് ഈശ്വരാനുഗ്രഹത്തിന് വേണ്ടതും. പലയിടത്തും നമ്മൾ നാമം ജപിക്കാൻ കൂടി പറഞ്ഞാൽ നാമം ജപിക്കാത്ത ഒന്നിനും കൂടാത്ത ആളുകളാണെങ്കിൽ ഇവിടെ നേരെ തിരിച്ച് അതെല്ലാം ഈ ശ്രീലകത്ത് മിന്നുന്ന കണ്ണൻ്റെ എന്തെന്നില്ലാത്ത അനുഗ്രഹ വർഷം തന്നെയാണ്, യാതൊരു സംശയമില്ല. അതിന് പാകത്തിന് ഒരു ഗുരുനാഥയും കൂടി നമുക്ക് തന്നപ്പോൾ അത് വളരെ വിശേഷമായി. അതെല്ലാം പുണ്യം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. വീണ്ടും നമുക്ക് ധാരാളം പേരിൽ ഇന്ന് വളരെ കുറച്ച് പേരുടെ കയ്യിലെ ഭാഗവതം ഉള്ളെങ്കിൽ അടുത്ത വർഷമാകുമ്പോഴേക്കും എല്ലാവരും ഭാഗവതമായിട്ടൊക്കെ നോക്കിയിരിക്കുന്ന അവസ്ഥയിലേക്ക് വരണം. എല്ലാ ഗ്രഹത്തിലും ഭാഗവതം എത്തണം. ഇനി നമുക്കത് മാത്രമേ ആശ്രയമായിട്ടുള്ളൂ. അത് മനസ്സിലാക്കി എല്ലാവരും
ആ കണ്ണനെ കൂടുതൽ കൂടുതൽ ആശ്രയിക്കാൻ, ഭാഗവതത്തിൽ കൂടി മനഃശാന്തി നേടാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഈ കണ്ണൻ്റെ മുമ്പിൽ വന്നിരുന്ന് ഈ പുണ്യകാലത്ത് ഭാഗവതം കാണാൻ ഒരു ഭാഗ്യം അതുണ്ടാക്കി തന്ന സുദർശനാമയാണ്. എത്ര അതിന് നന്ദിയൊന്നും പറയാനില്ല. നമസ്കരിക്കാൻ മാത്രമേ പറ്റുള്ളൂ, മനസ്സുകൊണ്ട് നമസ്കരിക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതിനൊരു ഭാഗ്യം. ഇതേപോലെ ഇത്രയും പുണ്യമായ ഒരു നാട്, മഹാദേവനും ഗുരുവായൂരപ്പനും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുന്ന നല്ലൊരു എത്രയും ഗ്രാമാന്തരീക്ഷം, ഇങ്ങനത്തെ പുണ്യസ്ഥലങ്ങൾ വളരെ അപൂർവമായിട്ടേ നമ്മൾ കാണുള്ളൂ. അങ്ങനൊരു പുണ്യനാട്ടിലേക്ക് നമുക്ക് ഭാഗവതമായിട്ടല്ലേ ആദ്യം ആയിട്ട് വരുന്നത്. അതാണ് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം. അതൊരു വലിയ പുണ്യം തന്നെയാണ്. കാരണം സാധാരണ പലയിടത്തും ഭാഗവതം കൊണ്ട് വരുമ്പോൾ പല പല ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവിക്കാറുണ്ട്. തൊണ്ടവേദനയിരിക്കുക, വയ്യാതൊക്കെ ഉണ്ടാവുക, പല പല പ്രശ്നങ്ങൾ. ഇവിടെ യാതൊരു വിഷയവും ഇല്ലാതെ കൊണ്ട് ഇതേവരെ ഞങ്ങൾക്ക് വായിക്കാനും എന്തൊക്കെയാണോ ഭഗവാൻ തോന്നിച്ച് അതൊക്കെ പറയാനും സാധിച്ചു. അതെല്ലാം എല്ലാവരും ശ്രദ്ധയോടുകൂടി ഉച്ച സമയത്തും മറ്റൊക്കെ ഇത്രയും ആളുകൾ ഇരുന്ന് കേൾക്കാമെന്ന് പറഞ്ഞാൽ വളരെ വളരെ അപൂർവമായിട്ടുള്ള കാഴ്ചകളാണ്. എത്രയോ ആളുകൾ ഉച്ച കഴിഞ്ഞും വയ്യാണ്ടും ഈ ചൂടത്ത് വന്നിരുന്ന് ശ്രദ്ധയോടുകൂടി ഭാഗവതം കേൾക്കുമ്പോൾ അത്ഭുതം മാത്രമല്ല, നമുക്ക് അഭിമാനമാണ് തോന്നുന്നത്. ഇപ്പോൾ ഇങ്ങനെയുണ്ടല്ലോ നമ്മുടെ നാട്ടിലെ ആളുകൾ, ഇങ്ങനെ ഒരു നാടുണ്ടല്ലോ, നമുക്ക് എവിടെയും ചെന്ന് പറയാൻ ഇങ്ങനെയുണ്ട് പന്തല്ലൂർ നാട്. സത്യമായിട്ടും പറയും, അത് പറയാണ്ടിരിക്കില്ല. ഇത് വേറെടുത്ത് ചെല്ലുമ്പോൾ ഇങ്ങനെയുണ്ട് ആളുകൾ. നാമം ജപിക്കുന്ന സദാസമയത്തും രാവിലെ തുടങ്ങുന്ന ഹരേ രാമ എന്ന കീർത്തനം ഉച്ചയ്ക്കോ ഇൻ്റർവെൽ സമയത്ത് ഒന്നും നിർത്താതെ കണ്ട് വൈകുന്നേരം ഇത് അവർ ദീപാരാധന കഴിയുന്നവരെ അനുസ്യൂതം ആ തിരുനാമ ഗംഗ ഇങ്ങനെ ഒഴുകുണ്ടെങ്കിൽ അതിൻ്റെ പുണ്യം ചിലറല്ല. നാട്ടിൽ ജീവിക്കാൻ സാധിക്കുക, അതിന് മനസ്സുണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ മഹാപുണ്യമാണ്. ആ പുണ്യം വീണ്ടും വീണ്ടും നമുക്ക് ഓരോരുത്തർക്കും, നമുക്ക് മാത്രമല്ല അവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്കെല്ലാം അത് നന്നായിട്ട് പ്രചോദനമായിട്ട് മാറണം. അവരെല്ലാം നമ്മുടെ വഴിയിലേക്ക് വരാൻ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ. അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും ഇനിയും ഇനിയും കൂടുതലായിട്ട് ശ്രമിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഉള്ളവരുടെ വാക്കുകൾ ഭഗവാന്റെയും സജ്ജനങ്ങളുടെയും ഗുരുനാഥന്മാരുടെയും ഇവിടെ വളഞ്ഞു നിൽക്കുന്ന ഗുരുനാഥയുടെയും ഒക്കെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഇനിതാ ഇതിൻ്റെ സംഘാടകർ പറയുന്ന വഴി കൂടി എല്ലാവരും നിശബ്ദമായിട്ട് ഒന്ന് പ്രസാദം വാങ്ങിച്ചിട്ട് അന്യശാലയിലേക്ക് പോവാം. ഇവിടെ പൂജിച്ചതായിരിക്കുന്ന കൃഷ്ണനെ കുറേ ആളുകൾ അതിന് ചീട്ടെടുത്തിട്ടുണ്ട്. അതിലാർക്കാണ്, ആരുടെ കൂടെയാണ് കണ്ണൻ ഓടി വരണമെന്ന് അറിയില്ലല്ലോ. ഭാഗവതം എത്ര ശ്രദ്ധയോട് കൂടി കേട്ടവർ ആരാണെന്ന് അറിയില്ല. അവരുടെ അടുത്തേക്കാണ് പൊന്നുണ്ണി കണ്ണൻ ഓടി വരിക. ആ കണ്ണൻ ആരുടെ കൂടെയാണെന്ന് നമുക്കിതാ കണ്ടെത്താം. ഹരേ രാമ ഹരേ രാമ ഹരേ ഹരേ രമ്യ ബിനോയ് ഗുരുവായൂർ.
രാധേശ്യ കുറച്ച് സമയം കൂടി എല്ലാവരും അവരവരുടെ സീറ്റുകളിൽ ഇരിക്കണം. നമ്മൾക്ക് ഇത്ര ദിവസവും 7 ദിവസം അതിമനോഹരമായിട്ട് ആ ഭഗവാന്റെ കഥകളൊക്കെ പറഞ്ഞു തന്ന് നമ്മളെ എല്ലാവരും ആ ഭഗവാനിലേക്ക്, നമ്മുടെ മനസ്സൊക്കെ ഭഗവാനിലേക്ക് കൂടുതൽ ഭഗവാനോട് അടുപ്പിച്ച് നമ്മുടെ ഉള്ളിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി ഭഗവാനിലേക്ക് നയിച്ച ആചാര്യന്മാരെ നമ്മുടെ എല്ലാവരുടെയും വകയായിട്ട് ദക്ഷിണ അതവിടെ സമർപ്പിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾക്കൊക്കെ പ്രസാദം വാങ്ങിയിട്ട് ഊണി വെച്ച് പോകാൻ. അതിവിടെ പറയുന്നത് പോലെ ഇവിടെ എങ്ങനെയാണോ പറയണേ അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ അതുവരെ എല്ലാവരും അവിടെ ഇരിക്കണം. കാരണം നമുക്ക് ആർക്കും ധൃതി കൂട്ടിയിട്ട് ചെയ്യേണ്ട. എത്ര ദിവസം നമ്മളിവിടെ ഇരുന്നു, ഇനി കുറച്ച് നേരമല്ലേ വേണ്ടു, ഒരു തിരക്കുമില്ല. ഭഗവാൻ നമ്മളിവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ എങ്ങനെയാണ് വേണ്ടതെന്ന് ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കണം ഓരോരുത്തരും സുഹൃതികളാണ്. എല്ലാവരുടെ പാദത്തിലും മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. എല്ലാവരും ക്ഷമയോട് കൂടിയിട്ട് ഇരിക്കണമെന്ന്, നാമം ജപിച്ചുകൊണ്ടിരിക്കണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കണം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഇവിടെ ഇരിക്കുന്നവര് ഓരോരുത്തരും പ്രസാദം വാങ്ങിയിട്ട് അവരവരുടെ എന്താണോ നമ്മൾ ഇത്ര ദിവസം കേട്ടത് അത് കേട്ടതിൻ്റെ നമുക്ക് അത് അനുഭവമായിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും നമ്മുടെ മനസ്സറിഞ്ഞിട്ടൊരു ദക്ഷിണ സമർപ്പിക്കുക എന്നുള്ളതൊരു കേട്ടത് പൂർണ്ണമാണെങ്കിൽ ഒരു ആചാര്യ ദക്ഷിണ എന്നുണ്ട്. അപ്പോൾ അവിടെ വരട്ടെ ഞാൻ പറയാം, അവിടെ ഇരിക്കും. അപ്പം അതാണ്. അപ്പം അതുകൊണ്ട് തിരക്ക് കൂട്ടാതെ വരിക. ഈ വലത് ഭാഗത്തുള്ള ആൾക്കാര്, ഈ ഭാഗത്തുള്ളവര്, മുന്നിലുള്ള കസാരകളിൽ ഇരിക്കുന്നവര് തൊട്ടിട്ട് ഇങ്ങനെ വരിയായിട്ട് എല്ലാവരും കൂടി ഒരുമിച്ച് എണീക്കേണ്ട, വരിയായിട്ട് വന്ന് ദക്ഷിണ ഇവിടെ സമർപ്പിച്ച് പ്രസാദം ഇവിടുന്ന് യജ്ഞപ്രസാദം തരുന്നുണ്ട്. അത് നമ്മുടെ മുല്ലോർത്തി തേവന്റെ ചിത്രം അടക്കം അതിൻ്റെ ഒരു പുറത്ത് ചിത്രം ഒരു പുറത്ത് ശ്ലോകങ്ങളുമാണ് തേവരെ പറ്റിയിട്ട്. ഇവിടെ തന്നെ ഇന്നലെ വരെ നമ്മളെ ഭക്തിഗാനം കൊണ്ട് നമ്മളെല്ലാവരും ആനന്ദിപ്പിച്ച ശ്രീജിത്ത് ബാലനാണ് അത് ഇവിടെ വന്നത് പാരായണം ചെയ്തത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പം അത് സൂക്ഷിച്ച് ഭഗവാൻ തന്നെയാണ് കൂടെ വരുന്നതെന്നുള്ള ഭാവത്തിൽ ഓരോരുത്തരുടെയും കൂടെ നമ്മുടെ മുന്നോട്ട് തേവര് വരുന്നുണ്ട്. അപ്പം അത്രയും ശ്രദ്ധിച്ച് എവിടെയും വലിച്ചു കളയരുത്. അത് ശ്രദ്ധിച്ച് കൊണ്ടുപോയി പൂജാമുറിയിൽ വെച്ച് എന്നും പ്രാർത്ഥിക്കുക. അപ്പോൾ അത് തന്നെ ആണ് ഏറ്റവും വലിയ ആചാര്യ ദക്ഷിണ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വലത് ഭാഗത്തിരിക്കണവര്, ഫ്രണ്ടിലുള്ളവർ എല്ലാവരും ഒരുമിച്ച് രണ്ടോ മൂന്നോ കസാരയിലെ വരികളുള്ളവർ വരിയായിട്ട് വന്ന് ഇവിടെ അമ്പലം പ്രദക്ഷിണം വെച്ചിട്ട് അതിൽ നേരെ അന്നശാലയ്ക്ക് പോയിട്ട് ഭക്ഷണം കഴിക്കുക. അതുകൂടാതെ അകല വഴിയിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വന്നവരുണ്ടെങ്കിൽ അത് ഇതിൻ്റെ ഇടയിലുണ്ടെങ്കിൽ അവർക്ക് വണ്ടിക്ക് പോകാൻ തിരക്കോ അങ്ങനെയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും വരാം. ബാക്കിയുള്ളവരൊക്കെ അവരവരുടെ സീറ്റുകളിൽ ഇരുന്ന് നാമം ജപിച്ചുകൊണ്ടിരിക്കണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. രാധേശ്യ. ഹരേ രാം രാമ രാമ ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ
ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ. അധികം നേരം അവിടെ നിൽക്കരുത്, വേഗം വാങ്ങി വേഗം തിരിച്ച് ഇതിന് അമ്പല പ്രദക്ഷിണം വെച്ച അന്നശാലയിലേക്ക് പോകണമെന്ന് വിനീതായിട്ട് അപേക്ഷിക്കണം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ. എല്ലാവരോടും പറഞ്ഞതും മറന്നു, ബാക്കിയുള്ളവരോടും ക്യൂ നിൽക്കരുത്. എല്ലാവരും കസാരയിൽ ഇരിക്കണം. 3 കസാരകളിൽ ഇരിക്കുന്നവർ മാത്രമേ എണീറ്റ് നിൽക്കാൻ പാടുള്ളൂ. നിങ്ങൾ ദയവ് ചെയ്ത് ഇത്ര നേരം ഇരുന്ന് കേട്ടത് വെറുതെ അവര് ദയവ് ചെയ്ത് ഇരിക്കും. വലത് ഭാഗത്തുള്ളവർ മാത്രം ആദ്യം വരും, പിന്നെ ഇടത് ഭാഗത്തുള്ളവർ എണീക്കാം. വെറുതെ ധൃതി കൂട്ടിയിട്ട് കാര്യമില്ല. എന്തായാലും ആദ്യത്തിനേക്കാളും അവസാനത്തെ ആളെയാവും എല്ലാവർക്കും ചേർക്ക് ഏറ്റവും ഇഷ്ടം. കാരണം അത്രയും ക്ഷമയുണ്ടല്ലോ. ഇവിടെ ശ്രദ്ധിച്ച് കേട്ടവരൊക്കെ അവിടെ ഇരിക്കും. പിന്നെ അല്ലാത്തവര് അതൊന്നും ഞങ്ങൾക്ക് ബാധകമില്ല എന്നുള്ളവർ തിരക്കിക്കൊണ്ട് വന്നോളൂ, വിരോധമൊന്നുമില്ല. അത് ദേവർക്ക് അറിയാം. അപ്പൊ നിങ്ങൾ എന്താ വേണം ചെയ്തോളൂ. ഹരേ രാമ ഹരേ രാമ അവിടെ വായിക്കാൻ മേടിച്ചിട്ടുണ്ടായാലും ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഒരുപാട് പേര് നമുക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് പേര് നമ്മൾ കാണാത്ത ഒരുപാട് പേരുടെ അധ്വാനം ഇതിന്റെ പിന്നിലുണ്ട്. ഭഗവാന്റെ അവര് ഒരു നേരം ഇവിടെ നിന്ന് നാമജപം എത്തിയിരിക്കാനോ എന്തെങ്കിലും പ്രഭാഷണം കേൾക്കാനോ വായന കേൾക്കാനോ ഒന്നും ഇല്ലാതെ അവിടെ ആ അന്നലക്ഷ്മി ഹാളിൽ നമ്മൾ ഇവിടെ ഇരുന്നിട്ട് ആ സമയം ചെല്ലുമ്പോഴേക്ക് നമുക്ക് ഭക്ഷണം എടുക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അവരുടെ എല്ലാവരുടെയും പേര് എടുത്തു പറയാൻ എനിക്ക് അറിയില്ല. എല്ലാവരുടെയും പാദത്തിൽ നമസ്കരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ആ ഭഗവാനോട് അടുത്ത് നിൽക്കുന്നത് അവരാണ്. അതുപോലെ ഇവിടെ ഓരോ കാര്യത്തിനും ഓടി നടന്നവരും ഇത്ര സമയം ശ്രദ്ധയോട് കൂടിയിട്ട് ഭാഗവതം എന്താണെന്ന് അറിയില്ല എന്ന് എന്നോട് ചോദിക്കണേ. ഇതാ നിങ്ങൾ വെറുതെ പറയാണോ 3ാമത്തെ സപ്താഹമാണെന്നാണ് ചോദിക്കണേ. ഭാഗവതം എന്താണെന്ന് അറിയാത്തവരവിടെ ഇരിക്കണേന്ന് തോന്നുന്നില്ല. ഒരു സംസ്കൃതം അറിയില്ല, വായന കേൾക്കാൻ അറിയില്ലാത്തവർ പോലും എത്രയോ ശ്രദ്ധയോട് കൂടിയിട്ട് ഇത് എൻ്റെ ഭഗവാന്റെ കഥയല്ലേ, ഭഗവാനെ പറ്റിയിട്ടല്ലേ പറയണേ, എൻ്റെ തേവരെ പറ്റിയിട്ടല്ലേ പറയണേ എന്നുള്ള ഭക്തിയോട് കൂടിയിട്ട് ഇവിടെ ഇരുന്ന് ഒരു ലഹള പോലും ഇല്ലാണ്ട് വർത്തമാനം പറയാണ്ട് മൊബൈൽ നോക്കാണ്ട് ഇരുന്ന് എല്ലാവരുടെയും പാദത്തിൽ നമസ്കരിക്കണം. പിന്നെ ഒരനുഭവം ഉണ്ടായത് പറയാം. ഭാഗവതം അവിടെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരമ്മ എൻ്റെ അടുത്തിരുന്ന ഒരമ്മ എൻ്റെ അടുത്ത് ചോദിച്ചു, ആ ഭാഗവതം ഒന്ന് എൻ്റെ കയ്യിൽ തരുമോ, എനിക്കൊന്ന് മടിയിൽ വയ്ക്കാനാ എന്ന് പറഞ്ഞു. ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് എനിക്ക് പറയാൻ പറ്റാത്ത ഒരു അനുഭവമായിരുന്നു അത്. കാരണം ആ ഭഗവാനാണ്, പ്രത്യക്ഷ കൃഷ്ണനാണ് എന്ന് പറഞ്ഞപ്പോൾ ആ കൃഷ്ണനെ ഒന്ന് മടിയിൽ വയ്ക്കാൻ വേണ്ടി അമ്മ ചോദിച്ചില്ലേ. ആ ഒരു മനസ്സ് എത്ര നല്ല മനസ്സാണെന്നാണ് വെച്ചിട്ട് ഭഗവാനോട് എത്ര സ്നേഹമുണ്ട്. കുറച്ച് നേരം വച്ചിട്ട് പറഞ്ഞാവും സന്തോഷമായി, ഇതിനുള്ളൊരു ഭാഗ്യം ഉണ്ടായില്ലോ എന്ന് പറയും. ഇവിടെ ഓരോ തവണ കഥ വന്ന് നിർത്തുമ്പോഴും അമ്മ ഓടിന്ന് പറയും കേട്ട് മതിയായില്ല എന്നൊക്കെ വിളിച്ചു പറയും. അതുപോലെ അവരുടെയൊക്കെ പാദത്തിൽ എത്ര നമസ്കരിച്ചാലും മതിയാവുക. ആദ്യമായിട്ട് സപ്താഹം കേൾക്കുന്നവരൊക്കെ അതാ ഇത്രയും ഇഷ്ടത്തോടു കൂടിയിട്ട് അത് കേൾക്കുമ്പോൾ സംസ്കൃതം അറിയൊന്നും വേണ്ട, ഇതിനൊന്നും അറിയണ്ട, ഒരറിവും വേണ്ട, ഭഗവാനോടുള്ളൊരു ഇഷ്ടം മാത്രം മതി. ഇതൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു യജ്ഞവേദികളിൽ സത്സംഗങ്ങളിൽ മാത്രമേ ഇതിൻ്റെ അനുഭവങ്ങൾ കിട്ടുള്ളൂ. പിന്നെ അതുപോലെ ഇവിടെ
നടക്കുന്ന കാര്യങ്ങൾ അത്രയും കൃത്യമായിട്ടും ചിട്ടയോട് കൂടിയിട്ടും എല്ലാവർക്കും സന്തോഷമാവാനും വേണ്ടി ഇടതുഭാഗത്ത് നിന്ന് എനിക്കത് ഞാൻ കാണുന്നുണ്ട്. വലതുഭാഗത്തുള്ളവരെ കഴിഞ്ഞിട്ട് ഇടതുഭാഗക്കാരൻ ഇരിക്കുക. പറയണത് ശ്രദ്ധിക്കണില്ല ആരും. അതാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളെയൊക്കെ ഞാൻ പറയുമ്പോഴും. അത് കഴിഞ്ഞിട്ട് എണീറ്റാൽ മതി. തിരക്കൊന്നുമില്ല. 5 മിനിറ്റ് വൈകാലും ഒന്നുമില്ല. ഭഗവാന്റെ അടുത്തല്ലേ നമ്മൾ ഇരിക്കണേ. ഒരു 10 മിനിറ്റ് കൂടുതൽ ഭഗവാന്റെ അടുത്ത് ഇരുന്നാൽ ഇപ്പം സുഖം. നമുക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ കുറച്ച് നേരം ഇരിക്കാൻ നമുക്ക് കൊതിയാവില്ല. അവരെ വിട്ട് അവർ പോവാന്ന് പറയുമ്പോൾ ഇത്തിരി കൂടി കഴിഞ്ഞിട്ട് പോവാന്നല്ലേ പറയാം. അതുപോലെ ഈ തേവര് നമ്മളോട് പറയാം ഇത്തിരി കൂടി കഴിഞ്ഞിട്ട് പോവാം, തിരക്കുള്ളവരൊക്കെ പോട്ടെ. അപ്പം ഭഗവാൻ നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇരുത്തിയേക്കുക. അപ്പം എല്ലാവരും അവിടെ ഇരിക്കുക. ഇടതുഭാഗത്തുള്ളവരൊക്കെ അവിടെ ഇരിക്കുക. വയ്യാത്തവര് വല്ല മരുന്ന് കഴിക്കണവരോ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ വന്നോട്ടെ. ബാക്കിയുള്ളവരൊക്കെ അവിടെ ഇരിക്കണം. അപ്പം ഓരോരുത്തരും ഇതൊക്കെ ഇങ്ങനെ പറയണത് എന്താണെന്ന് വെച്ചാൽ ഇത് വേണ്ടതുപോലെ ധാരാളം ആൾക്കാരൊന്നുമില്ല നമുക്കിവിടെ നിയന്ത്രിക്കാൻ. നമുക്ക് എല്ലാത്തിനും നമ്മുടെ തേവര് മാത്രമേ ഉള്ളൂ. അപ്പോൾ തേവര് ഓരോ നിർദ്ദേശങ്ങൾ തരണതിനനുസരിച്ചിട്ട് അവിടെ പറയുന്നത്. അപ്പോൾ പലരും പറയണത് പലർക്ക് സങ്കടം ഉണ്ടാവും, ചിലർക്ക് ദേഷ്യം വരുന്നുണ്ടാവും. ആരത്ര വലിയ ആളെന്നൊക്കെ പറയാൻ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാവും. എല്ലാവരുടെ അങ്ങനെ ആർക്കെങ്കിലൊക്കെ ഒരു വിഷമം ഉണ്ടായില്ലെന്ന് വിചാരിച്ചാൽ അവർക്കൊക്കെ പാചകത്തിൽ മനസ്സിലായിട്ട് നമസ്കരിക്കുകയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് പറയാനുള്ളത് ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ അത് വേണ്ടതുപോലെ ആവാത്ത സമയത്ത് കുറേ അവരോട് ഞാനിങ്ങനെ പറയും. അപ്പോൾ അത് ഒന്നും ഉണ്ടായിട്ടല്ല, നമുക്കത് കേൾക്കാനുള്ളൊരു കൊതി കൊണ്ടാണ്. കൊല്ലത്തിൽ ഒരിക്കൽ കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. അത് വേണ്ടതുപോലെ പ്രയോജനപ്പെടുത്തണം, എല്ലാവർക്കും അനുഭവമാവണമെന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് എപ്പോൾ വിളിച്ചാലും എത്ര ചീത്ത പറഞ്ഞാലും ഓടി വരും അവരോടൊക്കെ. എൻ്റെ മക്കളെ പോലെയാണ് അവരോടൊന്നും ഞാൻ നന്ദി പറയണില്ല, നമസ്കരിക്കണില്ല. എൻ്റെ മക്കളെ പോലെയാണ് ഹൃദയത്തോട് ചേർത്ത് പിടിച്ചിട്ട് അവരൊക്കെ ചേർത്ത് പിടിക്കണം. എപ്പോഴും ആ ഒരു മനസ്സ് യാതൊരു പരിഭവം ഇല്ലാണ്ട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ആ ഒരു മനസ്സ് എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ കുറച്ചൊക്കെ അങ്ങനെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും എല്ലാം മനസ്സിലാവും. അതുപോലെ എല്ലാവരോടും ഇനി ആരെങ്കിലും ഇപ്പോൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒക്കെ ക്ഷമിക്കണം. അതുപോലെ നമ്മുടെ മേൽശാന്തി ആയാലും ശരി, ഇത് നട അടച്ചിട്ടേ ഇല്ല, പൂർണ്ണമായിട്ട് നട തുറന്നിരിക്കുക. അദ്ദേഹം പറയണേ നമുക്ക് ഭഗവാൻ പറയുകയാണ്, ദേവർ പറയുകയാണ് നമുക്ക് ഇന്നിവിടെ നട അടയ്ക്കേണ്ടതാണ്. അപ്പം അദ്ദേഹം ഒരുപാട് സഹകരണങ്ങളുണ്ട്. അപ്പം എല്ലാവരുടെ ഭാഗത്തിലും നമസ്കരിക്കുന്നു, മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നു. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാറുള്ള ഒരു പ്രാർത്ഥനയാണ്. എല്ലാവർക്കും നന്മ വരുത്തണേ അല്ലെ. നമ്മളെപ്പോഴും എല്ലാ വ്യാഴാഴ്ചയും ഇവിടെ ഹരേരാമ നാമജപമുണ്ട്. എല്ലാ വ്യാഴാഴ്ചയുണ്ട് 8:30 തൊട്ട് 9:30 വരെ. അപ്പം അതിന് പങ്കെടുക്കാൻ പറ്റുന്നവരൊക്കെ വരിക. എല്ലാ തിരുവോണത്തിനും ഇവിടെ സത്സംഗങ്ങൾ ഉണ്ടാവാറുണ്ട്, നാമജപം ഉണ്ടാവാറുണ്ട്. അതിനൊക്കെ വരിക, എല്ലാവരും വരിക. അപ്പോൾ വലതുഭാഗത്തുള്ളവരൊക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നു. വലതുഭാഗത്തുള്ളവർക്ക് എണീക്കാം കേട്ടോ. തിരക്കുള്ളവർ ആദ്യം എണീറ്റ് വന്നോളൂ, വിരോധമില്ല. തിരക്കില്ലാത്തവരൊക്കെ അവിടെ ഇരിക്കും. തിരക്കുള്ളവരെ എണീറ്റോളൂ, പോകാൻ തിരക്കുള്ളവർ. അപ്പോൾ ആരാഴ്ച തിരക്കുള്ളവർ വന്നിട്ട് ചെയ്തോട്ടെ. അപ്പം അങ്ങനെയാകുമ്പോൾ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ അന്നശാലയിൽ തന്നെ എല്ലാവരും അവിടെ പോയി ക്യൂ നിൽക്കണ്ട. അവിടെ സ്ഥല സൗകര്യം കുറവാണല്ലോ. നമ്മളതിൻ്റെ എല്ലാം സഹകരിച്ച് നമ്മളെ കൊണ്ട് ഒരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന് വിചാരിക്കുക. പിന്നെ ഇവിടെ വന്നിട്ട് ഭഗവാന്റെ നാമം ജപിക്കാൻ പറ്റുന്ന സമയങ്ങളും ജപിക്കാമല്ലോ. അങ്ങനെയുള്ളവർ ഇവിടെ വീണ്ടും കസാരകളിൽ ഇരുന്ന് നാമം ജപിക്കുക. ഓരോ തവണ അവിടെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവരവിടെ നിന്ന് വന്ന് പറയും. അപ്പോൾ പോയാൽ മതി. അവിടെ കുറേ നേരം ക്യൂ നിന്ന് ആ വെയിലത്ത് നിന്ന് എന്തിനങ്ങനെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ കസാരകളിൽ ഇരുന്ന് നാമം ജപിക്കണ കേൾക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ഇവിടെ ഇരുന്നപ്പോൾ നാമം ജപിക്കാതെ കഴിയണവരെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ ഇവിടെ ഈ നാമജപത്തിൽ എല്ലാവരും ഇതുപോലെ അടുത്ത കൊല്ലം സപ്താഹമൊക്കെ ഇതിലും കൂടുതൽ ആൾക്കാർ നമ്മളവിടെ എത്തണം. ഇവിടെ വന്നവരൊക്കെ എല്ലാവരും പറയണം, എല്ലാവരെയും അറിയിക്കണം. നമുക്കുണ്ടായ അനുഭവമൊക്കെ പരസ്പരം പങ്കുവയ്ക്കണം. അത്രയും മനോഹരമായിട്ടാണ് അല്ലേ. ഓരോ കൊല്ലം ആദ്യത്തെ കൊല്ലം കേട്ടപ്പോൾ ഇത്ര നല്ലൊരു സപ്താഹം, രണ്ടാമത്തെ കൊല്ലം കേൾക്കുമ്പോൾ പറയും അയ്യോ കഴിഞ്ഞ ഓണത്തെക്കാളും നല്ലത് ഇത്തവണയാണെന്ന്. മൂന്നാമത്തെ ഓണം കേട്ടപ്പോൾ അത് 2 കൊല്ലം ഇതാ നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് പറയണത് ആദ്യത്തെയും നല്ലതാണ്, രണ്ടാമത്തെയും നല്ലതാണ്, ഇപ്പോഴത്തെയും നല്ല, എല്ലാം നല്ലത് തന്നെ. കാരണം ഭഗവാനെ പറ്റി പറയുന്നത് നല്ലതല്ലാണ്ടാവോ. നമ്മൾ ഭഗവാനോട് മനസ്സുകൊണ്ട് കൂടുതൽ അടുക്കുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇത്രയ്ക്കും അത് ഹൃദ്യമായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് അടുക്കും തോറും
എത്ര നാമം ജപിച്ചാലും മതിയാവാറില്ല നമുക്ക്, എത്രയാ കൊതി മതിയാവാറ്. കാരണം അതൊരു ആനന്ദത്തിലിരിക്കണ ഒരു അവസ്ഥയാണ്. തൊട്ടടുത്ത വീടുകളിലുണ്ടായിട്ട് പോലും ഇവിടെ വന്ന് ചിലപ്പോൾ പോയി തൊഴുതു പോയാലും നാമം ജപിക്കാണ്ട് നിൽക്കാൻ പോലും അല്ലെങ്കിൽ ഇവിടെ നിൽക്കുമ്പോൾ പോലും ഇരിക്കൂ, നാമം ജപിച്ചിട്ട് പോകാന്ന് പറഞ്ഞാൽ മടി കാണിക്കുന്നവരുണ്ട്. കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, അത്ര എളുപ്പമല്ല നാമം ജപിക്കുക, നല്ല പ്രയാസം തന്നെയാണ്. നമ്മൾ നാമം ജപിക്കും പാട്ടിയൊക്കെ തോന്നും ഞാൻ ജപിക്കില്ലല്ലോ, ഞാനാണ് ഉറക്കം ജപിക്കുന്നത്, എൻ്റെ നാമജപം ഇത്ര ശബ്ദത്തിലാണ് പറഞ്ഞത്. ഇവിടെ ഇന്ന് വർത്തമാനം പറയുന്നവരെയും ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ എത്ര ശബ്ദത്തിൽ എത്ര ഉറക്കിയാൽ ഞാൻ ജപിക്കണേ, ഞാൻ അങ്ങനെ ചെയ്യില്ല, ആ അമ്പലത്തിൽ പോയി നാമം ജപിക്കും, ഈ അമ്പലത്തിൽ പോയി നാമം ജപിക്കും എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ആ ജപിച്ച നാമം നമ്മുടെ ഉള്ളിലെത്തിയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ സ്വയം പരീക്ഷിച്ചാൽ മതി. ഒരു നിമിഷം ഇവിടെ നാമം ജപിക്കാതിരിക്കുമ്പോൾ നമുക്ക് ലോകവർത്തമാനം പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെയും നാമം ജപിച്ചിട്ട് എത്തിയിട്ടില്ല. ഒരു നിമിഷം നിശബ്ദമാകുമ്പോൾ അപ്പോൾ ഹരേ രാമ നാമം നമ്മുടെ നാവിൽ വരുന്നുണ്ടോ? അപ്പോഴാണ് നമ്മൾ കേട്ടത് നാമറിയാതെ ഈ നാവിൽ വന്നാൽ പിന്നെ വിട്ടുപിരിയാത്ത നാരായണ. അപ്പോഴാണ് നാം അറിയാണ്ട് നമ്മുടെ ഉള്ളിലേക്ക് ആ പ്രേമം ഇറങ്ങി ചെല്ലുമ്പോൾ പിന്നെ ഈ നിമിഷം അങ്ങോട്ട് മിണ്ടാണ്ടിരിക്കുമ്പോൾ പരിപൂരമായി ശ്വാസോച്ഛ്വാസം കിട്ടാത്ത പോലെയാണ്. ഇത് മിണ്ടാണ്ടിരിക്കുക എപ്പോൾ നാമം ജപിക്കാൻ തോന്നുന്നു. അങ്ങനെ നാമം ജപിച്ച് നമ്മളിത് അപ്പോഴാണ് നമുക്ക് ശരിക്കും അത് അനുഭവമാവുള്ളൂ. അപ്പം എല്ലാവർക്കും ഈ സപ്താഹം കേൾക്കാൻ എല്ലാവർക്കും ഈ സപ്താഹ അനുഭവമാവട്ടെ എന്ന് പറയുന്നു. ഇവിടെ നമ്മൾ പറഞ്ഞു വന്ന കാര്യം ആചാര്യൻ ഇവിടെ പറയണ്ടായി, ശ്ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പ്രാർത്ഥിക്കണം. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാവരുടെയും ഹൃദയത്തിൽ എപ്പോഴും ആ പരമമായ പ്രേമം ഉണ്ടാവണം. പരസ്പര സ്നേഹത്തോടു കൂടിയിട്ട് നിസ്വാർത്ഥമായിട്ട് നിഷ്കപടമായിട്ട് നിഷ്കളങ്കമായിട്ട് എല്ലാവരോടും പെരുമാറാനും എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാവർക്കും സാധിക്കണേ എന്നാണ് നമ്മൾ മുന്നോട്ട് ദേവരോട് അല്ലേ പ്രാർത്ഥിക്കാതെ. ദേവരെ അതിനനുഗ്രഹിക്കണേ, എല്ലാവർക്കും നന്മ വരുത്തണേ. എല്ലാവരുടെയും രോഗങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കർമ്മപ്രാരാബ്ധങ്ങൾക്കനുസരിച്ച് വന്നാലും അതിനൊക്കെ തരണം ചെയ്യാനുള്ള മനോധൈര്യം തന്നുകൊണ്ട് കൂടുതൽ ആ ശക്തി ആർജിക്കാൻ ധാരാളം നാമം ജപിക്കാൻ തോന്നണേ എന്നാണ് നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കാറ്. അപ്പം അത് തന്നെ ആചാര്യൻ്റെ വാക്കുകളിൽ നിന്ന് കേട്ടപ്പോൾ ഭഗവാൻ അനുഗ്രഹിച്ചു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും നാമം ജപിക്കാം. കാരണം എന്താണെന്ന് വെച്ചാൽ ആ നമ്മുടെ നാവ് അതുപോലെ മനസ്സും ഇത് രണ്ടുപേരാണ് നമ്മളെ എപ്പോഴും പറ്റിച്ചുകൊണ്ടിരിക്കും. മനസ്സാണ് ഏറ്റവും വലിയ നമ്മളെ പറയില്ല അവരാണെന്ന് എന്നെ ദ്രോഹിക്കേണ്ടത് ഇവരാണ് ദ്രോഹിക്കുന്നത്, അതൊന്നുമല്ല, നമ്മുടെ മനസ്സാണ് ദ്രോഹിക്കുന്നത്. അപ്പോൾ ആ മനസ്സ് പറയേ ഈ മതി നാമം ജപിച്ചത്, എത്ര നേരം നാമം ജപിച്ചത്, 7 ദിവസം കൂടി ഇരുന്നില്ല, ഈ ചെന്നോളെ എത്ര ദിവസമായി ആ അമ്പലത്തിലേക്ക് നമുക്ക് ആ TV കാണാം, കുറച്ച് നേരം മൊബൈലൊക്കെ നോക്കാം എന്നൊക്കെ തോന്നും. അപ്പോൾ അതൊക്കെ പറയുമ്പോൾ മനസ്സിനോട് പറയാം നീ എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്തോ, പക്ഷെ ഞാൻ നാമം ജപിക്കുകയുള്ളൂ എന്ന് പ്രാർത്ഥിക്കാം. അപ്പം അതുകൊണ്ട് അതിനിടെ കൂടെ ഒരു കാര്യം കൂടി പറയാണ്. ഇദ്ദേഹത്തിനോട് ആചാര്യൻ്റെ അടുത്ത് പറയാണ് രാധേശ്യാം, ഇദ്ദേഹം ആ ഒരു ശ്ലോകം എഴുതിയിട്ടുണ്ട്. അതത് കാണാണ്ടറിയോ? നേരെ കിഴക്ക് മരുവീടും ഉമാപതിക്ക് എന്നുള്ള കാണാണ്ടറിയോ? അത് കാണാണ്ട് ബുദ്ധിമുട്ടാണ്. മനോഹരമായ ഒരു ശ്ലോകമാണ്. അതെപ്പോഴും ഞാനും കാണാണ്ട് പഠിച്ചതാണ്. പക്ഷെ എന്താണെന്ന് വിചാരിച്ചാൽ നേരെ കിഴക്കുമരുവീടും ഉമാപതിക്ക് വാരുറ്റ തന്നിഴിയച്ചു സുഹാസപൂർവം മുല്ലോറി തന്നിൽ കുടിയിരുന്നു നിജാചിതർക്ക് കല്യാണമേകും അമരേശ ഹരേ നമസ്തേ. ഇദ്ദേഹം എഴുതിയതാണ് ആദ്യമായിട്ട് ഈ ദേവനെ പറ്റിയിട്ട് ഇദ്ദേഹം എഴുതിയ ഒരു ശ്ലോകമാണ്. അത് ധാരാളം എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് ഹൃദയത്തിൽ ഇങ്ങനെ തട്ടണ ഒരു ശ്ലോകം. അപ്പം അത് ആ ഭഗവാൻ എല്ലാവരുടെ ഉള്ളിലുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഹരേ രാമ നാമം ജപിച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് ഓരോരുത്തരോടും പറയും ഭഗവാന്റെ കീർത്തനങ്ങളൊക്കെ എഴുതുമ്പോഴേക്ക് എങ്ങനെയാണ് സ്പർശനാമം എഴുതണേ. ഞാൻ എഴുതുന്നൊന്നുമില്ല, അത് എനിക്കങ്ങനെ ഭഗവാൻ തരണതാണ്, നിങ്ങൾക്കൊക്കെ പറ്റുമെന്ന് പറഞ്ഞു. ഇപ്പം എത്ര പേരാ കവിതകൾ എഴുതണത്, കഥകൾ എഴുതണു. അപ്പം എല്ലാവർക്കും അത് സാധിക്കും, എല്ലാവരുടെ ഉള്ളിലും സാധിക്കട്ടെ, പ്രാർത്ഥിക്കണം.
ശ്രീരാം രാധേശ്വരം. ഹരേ രാം ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ